അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാവലറിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ എങ്ങനെയാണ് അണിയിച്ചൊരുക്കുന്നത് എന്നുള്ളതാണ്. സോ നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് ട്രാവലർ ഒന്നും ചെയ്യാതെ ഷോറൂമിൽ നിന്ന് കിട്ടുക ഇതുപോലെ ആയിരിക്കും ഏകദേശം. ഇതിപ്പോൾ ഒരു സ്കൂൾ വാൻ ടൈപ്പ് വണ്ടിയാണ്, പക്ഷേ ഏകദേശം ഇങ്ങനെ ആകെ മൊത്തത്തിൽ പ്ലെയിൻ ആയിരിക്കും, നോൺ AC വണ്ടി. സോ നമ്മളതിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട അതേ വണ്ടിയുടെ ഇൻറ്റീരിയർ തന്നെയാണ് നമ്മൾ ഇന്നൊരു കമ്പാരിസന് വേണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിനി ഒരുവിധം ഫർണിഷ്ഡ് ആയിട്ടുള്ള ട്രാവലറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് കഴിഞ്ഞ ആഴ്ച കണ്ട ട്രാവലർ തന്നെയാണ്, ഗ്രീൻ നമ്മുടെ. അപ്പോൾ എല്ലാം പ്രവർത്തിച്ചതിന് ശേഷം നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് റൂഫിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇത് വരുന്നത് പ്ലൈവുഡ് വിത്ത് LED റൂഫാണ് വരുന്നത്. അപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള വണ്ടിയുടെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, റൂഫ് പ്ലെയിൻ ആയിരുന്നു. പിന്നെ അതൊരു റെക്സിൻ പോലത്തെ ഒരു ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തേക്കുന്ന റൂഫാണ്. സോ റൂഫിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ സൈഡ് വരുന്ന 2 ബെർത്തുകൾ. സോ ആ സൈഡ് ബെർത്തിൻ്റെ കൂടെ തന്നെ 4 സ്പീക്കറുകൾ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ബെർത്തിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ സൈഡ് ബെർത്ത് അടുത്തതായിട്ട് ഈ വണ്ടിയിൽ കൊണ്ടുവന്നു. സോ അവിടെ നിന്നും താഴത്തേക്ക് വരുമ്പോൾ കർട്ടൻ, അതുപോലെ ഇതുപോലെ വരുന്ന പാഡുകൾ കാര്യങ്ങൾ. സോ അതും എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. സോ കർട്ടനും ആ പാഡുകളും വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചേരുന്ന കളർ നോക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ കാണാനായിട്ട് നല്ലൊരു ആകർഷണീയത എന്ന് പറയാം ഉണ്ടാവും. പിന്നെ സ്റ്റോക്ക് വണ്ടി അപേക്ഷിച്ച് നമുക്ക് ഇതുപോലുള്ള സൈഡ് പാഡുകൾ കാര്യങ്ങൾ, ഈ സൈഡ് പാഡുകളെല്ലാം എക്സ്ട്രാ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വണ്ടിക്ക് കാണാനൊരു പ്രത്യേക തരം ഭംഗിയും കാര്യങ്ങളായിരിക്കും. കാരണം പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിനേക്കാളും അവിടെ ഒരു തട്ട് പോലെ വന്നു, അവിടെ LED കൊണ്ടുള്ളൊരു ലൈറ്റും കൂടി കൊടുത്തപ്പോൾ ആ ഒരു ഏരിയ കാണാൻ വളരെയധികം മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഈ LED ലൈറ്റ്സ് കാര്യങ്ങൾ എല്ലാം സെപ്പറേറ്റ് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. നമ്മുടെ റൂഫിൽ നിന്ന് താഴത്തേക്ക് വന്നപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. ഈ AC ക്യാബിൻ ഇത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. സോ ഇതിൽ 6 AC വെൻറ്റുകളാണ് വരുന്നത്. കാറിലൊക്കെ ഉള്ള പോലെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. സോ ഇവിടെ ഇതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. AC-യുടെ ഓൺ ഓഫ് ബട്ടൺ കാര്യങ്ങളുണ്ട്. ഓഫ് ചെയ്യുകയാണെങ്കിൽ ഓൺ ആക്കുകയാണെങ്കിൽ AC വരും, ഓഫ് ചെയ്യുകയാണെങ്കിൽ നോർമൽ ഫാൻ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ബെർത്ത് സെപ്പറേറ്റ് വരുന്നതാണ്. നോർമൽ സ്റ്റോക്ക് വണ്ടിക്ക് ഇതുണ്ടാകത്തില്ല. അപ്പോൾ അടുത്തത് നമ്മുടെ സീറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ സീറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇതൊരു വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. സോ ഇരിക്കാനുള്ള കംഫർട്ട് കാര്യങ്ങൾക്ക് സോ ഇവിടെ ഇങ്ങനെ ഒരു പീസ് അത്യാവശ്യം നല്ല ഫോമൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇരിക്കാനുള്ള കംഫർട്ട് കാര്യങ്ങൾക്ക്. സോ സ്റ്റോക്ക് വണ്ടിക്ക് നോർമൽ ഒരു റെക്സിൻ അല്ലെങ്കിൽ ഒരു ലെതർ ടൈപ്പ് പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് സ്റ്റോക്ക് വണ്ടിക്ക് വരിക, അല്ലെങ്കിൽ നോർമൽ തുണി ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനൊരു ടൈപ്പ് സീറ്റാണ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് TV ക്യാബിൻ വിത്ത് ഈ സൈഡിലൊരു 3 AC വെൻറ്റും നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു AC വെൻറ്റും വന്നിട്ടുണ്ട്. സോ അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റിയറിംഗ് കവർ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഇവിടെ സൈഡ് ഡോർ പാഡ്സ് കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്ത് സെൻറ്ററിൽ ഒരു മ്യൂസിക് സിസ്റ്റം, അതുപോലെ റിവേഴ്സ് ക്യാമറയ്ക്കുള്ള ഒരു സെറ്റും നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ TV ക്യാബിൻ ഇതുപോലെയാണ് വരിക. അതിൻ്റെ പല ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. സോ പഴയ മോഡലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് ഈ സൈഡിൽ ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്ന അങ്ങനത്തെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം. കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ ഓരോ വർക്കും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെൻറ്ററിൽ TV, സോ 2 സൈഡിൽ AC-യുടെ ഇത് എന്നുള്ള രീതിക്കാണ്. പ്രത്യേകം ഷെൽഫ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല.
എന്തെങ്കിലും വെക്കാനായിട്ട് നോർമലി അവിടെ വരുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ വരുന്നത് നമുക്ക് പൈനിയറിൻ്റെ സിംഗിൾ ഡിൻ മ്യൂസിക് പ്ലെയർ ആണ് ചെയ്തിരിക്കുന്നത്. ബ്ലൂടൂത്ത്, ഓക്സ്, USB എല്ലാം കണക്ടിവിറ്റി ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ സോണിയുടെ 4 ഓവൽ ഷേപ്പ് സ്പീക്കേഴ്സ് വിത്ത് JBLൻ്റെ ഒരു സബ് വൂഫറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലരുടെയും സംശയമായിരിക്കും ഒരു ട്രാവലർ നമ്മൾ എടുത്തിട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇൻറ്റീരിയർ കാര്യങ്ങൾ നമുക്ക് സ്റ്റോക്ക് ട്രാവലറിനൊക്കെ നോർമൽ രീതിക്കാണ് വരിക. ഒരു അതിപ്പോൾ ഒരാൾക്കിപ്പോൾ ഒരു ബഡ്ജറ്റിനനുസരിച്ചാണ് ആ ഒരു വണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ ആ ഒരു രീതിക്ക് ഏത് ഡിസൈനാണ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഡൽ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു വണ്ടി ഏകദേശം ഞാനിപ്പോൾ പരിചയപ്പെടുത്തി. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ഏകദേശം ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട് ഇൻറ്റീരിയർ മാത്രം നമുക്കൊരു 2 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട്. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ കർട്ടൻ, സൈഡ് പാഡ്, ഡോർ പാഡ്, സൈഡ് ബെർത്ത്, AC ക്യാബിൻ, TV ക്യാബിൻ, അതുപോലെ സീറ്റ്, കർട്ടൻ, ലൈറ്റ്, സൗണ്ട്, ആംബ്, അതുപോലെ സബ് വൂഫർ എല്ലാം അടക്കം നമുക്ക് അത്രയും രൂപ ചിലവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോർമലി ഒരു സാധാ ട്രാവലർ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് കിട്ടുന്ന വണ്ടിയായിരിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിൽ AC ഇല്ലാത്ത വണ്ടിയായിരുന്നു. AC നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ട്രാവലർ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻറ്റീരിയർ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. നമ്മുടെ കോൺടാക്ട് നമ്പർ എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് ട്രാവലറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫർണിഷ്ഡ് ഒരു ട്രാവലർ എങ്ങനെയായിരിക്കും എന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്തിയത്. നമുക്കിപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അധികം വേറെ വണ്ടികൾ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കുള്ള വണ്ടികൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ടോപ്പിക് കാര്യങ്ങളെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്.